ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് നീക്കം. കെപിസിസിയോ ഡിസിസി നേതൃത്വമോ അറിയാതെയാണ് കൂട്ടായ്മ രൂപീകരണം. രഹസ്യ നീക്കം ചോർന്നതോടെ കെപിസിസി ഇടപെട്ട് വിലക്കി. കോൺഗ്രസ് UDF അംഗങ്ങൾ പങ്കെടുക്കരുതെന്ന് DCC പ്രസിഡന്റുമാർക്ക് കത്തയച്ചു. ഓഗസ്റ്റ് 5-ന് തിരുവനന്തപുരത്തായിരുന്നു സംഗമം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പഞ്ചായത്ത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കഴിയാത്തതിനാലാണ് യോഗത്തിന് അനുമതി നൽകാതിരുന്നതെന്ന് KPCCയുടെ വിശദീകരണം. ഡാൻ കുര്യനുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇങ്ങനൊരു നീക്കത്തിന് കാരണം എന്താണ്? അതൃപ്തി രൂക്ഷമാവുകയാണോ? ഇതെങ്ങനെയാണ് പുറത്തു വന്നത്? വിശദാംശങ്ങൾ. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് അംഗങ്ങളുടെ രഹസ്യ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള നീക്കമാണ് ഒരു വിഭാഗം നടത്തിയത്. പക്ഷേ KPCC നേതൃത്വത്തെയോ DCC നേതൃത്വങ്ങളെയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടക്കേണ്ടിയിരുന്ന ഈ കൂട്ടായ്മ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. KPCC നേതൃത്വം വിഷയത്തിൽ ഇടപെട്ട് പഞ്ചായത്ത് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇത്തരം കൂട്ടായ്മകൾ ചേരുന്നത് അനൗചിത്യമാണ്. അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അത്തരത്തിൽ ഒരു അനുവാദം നൽകിയിട്ടില്ല. അനുവാദമില്ലാതെ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കാനോ ഇങ്ങനെയൊരു KPCC നിർദ്ദേശം സർക്കുലറായി DCC ഭാരവാഹികൾക്കും അതോടൊപ്പം പാർട്ടിയുടെ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കും നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മഴയെ തുടർന്നാണ് എന്ന ഔദ്യോഗിക വിശദീകരണവുമായി യോഗം മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനാലാണ് യോഗം മാറ്റിവെച്ചത് എന്ന വിശദീകരണമാണ് KPCC നേതൃത്വം നൽകുന്നത്. അതേസമയം പാർട്ടിയിലെ ഒരു വിഭാഗം ബോധപൂർവ്വം നടത്തിയ നീക്കമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ രഹസ്യമായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന സൂചനകൾ. ശരി, DCCയോ KPCCയോ അറിയാതെ ഇങ്ങനൊരു നീക്കം, കോൺഗ്രസിലൊരു പുതിയ നീക്കം നടത്താനായിരുന്നു ശ്രമം. ഓഗസ്റ്റ് 5-ാം തീയതി നടത്താനായിരുന്നു ശ്രമം. പക്ഷേ അത് തടയുകയായിരുന്നു. എന്തായാലും രഹസ്യ നീക്കം ചോർന്നു. അതോടെയാണ് KPCC ഇടപെട്ട് ഇക്കാര്യം വിലക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു കൂടിയാലോചന യോഗം എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.